വെൽക്കം ടു ഡേ 2 ഓഫ് അവർ ഡെസ്ക് മേക്ക് ഓവർ സീരീസ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്നും കൂടി അപ്ലോഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടുനോക്ക്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫോം ബോർഡ്സ് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ ഫോം ബോർഡ്സ് തന്നെ വേണമെന്നില്ല, കാർഡ് ബോർഡ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടും ഇതുപോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ഫോം ബോർഡ്സിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തേക്കുന്ന അളവെന്ന് പറയണത് 7/12 പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് 14/12, പിന്നെ അതിൻ്റെ ഒന്നുകൂടെ എടുത്ത് 21/12 എന്നുള്ള അളവിലാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിനെ ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഈ ഫ്ലെക്സ് ക്യൂക്ക് പോലത്തെ വുഡിൻ്റെ ഒട്ടിക്കുന്ന പശ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. പിന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കട്ട് ചെയ്യുന്നതൊക്കെ. ഞാൻ ഒട്ടിച്ച് വരുമ്പോൾ ഒന്നും ശരിയാവാണ്ട് വന്ന് ഞാൻ കുറേ കട്ട് ചെയ്തൊക്കെ ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അളവെടുത്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ ആ സ്പേസ് അത്രയും വരാൻ പാകത്തിന് എടുത്തുള്ള. ചില സ്ഥലത്ത് ഒരു സൈഡ് മാത്രം ഒട്ടിക്കും, ചിലയിടത്ത് 2 സൈഡ് ഒട്ടിക്കും. അപ്പോൾ 2 സൈഡ് ഒട്ടിക്കുന്നിടത്ത് ബോക്സ് ഇച്ചിരി ചെറുതായി പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനിത് വീണ്ടും കട്ട് ചെയ്ത് സിംഗിൾ പീസും ഡബിൾ പീസൊക്കെ ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാനിത് ഒട്ടിക്കുന്നത് എവിടേക്ക് ഒട്ടിക്കുന്നതെന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ അത് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചാടിപ്പോയത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താലാണ് പെട്ടെന്ന് ഒട്ടത്തുള്ളൂ. എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ കുറച്ച് നേരം കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അല്ലാണ്ട് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരുന്നത്. പിന്നെ കറക്റ്റായിട്ടുള്ള അളവുകളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആ സെയിം അളവിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എനിക്കിപ്പോൾ അതേ ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ മതിയെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാനിത് പിന്നെ പെയിൻറ്റ് ചെയ്യാണ്ടെന്ന് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കളറിൽ പെയിൻറ്റൊക്കെ ചെയ്യുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവേ. എനിക്കിപ്പോൾ ഈ വൈറ്റ് കളറിൽ തന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്തത്. ഞാൻ ആ ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്കാണ് വെച്ചായിരുന്നത്. അപ്പോൾ എനിക്ക് വൈറ്റ് കളറിൽ നിൽക്കുമ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് തോന്നിയോണ്ട് ഞാൻ വൈറ്റ് കളറിൽ തന്നെ റോ ആയിട്ട് വെച്ചു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്രിലിക് കളേഴ്സോ മാർക്കേഴ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഡിസൈനൊക്കെ ചെയ്തും കളർ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് തന്നെ. ഇതുപോലത്തെ ഓർഗനൈസറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.